അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ്. അജിത് കുമാറിന് അനുകൂലമായി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന സംഭവമായിരുന്നു എന്ന് വേണം പറയാനെന്ന് തോന്നുന്നു. PV അൻവർ അടക്കമുള്ളവർ പറയുന്നു മാനസപുത്രനാണ് മുഖ്യമന്ത്രിയുടെ എന്ന് പറയുന്നുണ്ട്. മക്കളിൽ ഒരാൾ പോറ്റുമകൻ എന്നൊക്കെ പറയുന്ന ആളിനെ ക്ലീൻ ചിറ്റ് കിട്ടിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. വിശദാംശങ്ങൾ എന്താണ് അമൽ? മോദി കവടിയാറിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്വത്ത് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് PV അൻവർ MLA ആണ് ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ADGP MR അജിത് കുമാർ എന്നുള്ളതായിരുന്നു അൻവറിന്റെ ആരോപണം. ആ ആരോപണത്തിന്മേൽ വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിൽ അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയിട്ട് കുറച്ച് ദിവസമായി. മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്നും ഇന്നലെ മടങ്ങിയെത്തിയതിനു ശേഷം അടിയന്തരമായ റിപ്പോർട്ട് വിളിച്ചു വരുത്തി ആ റിപ്പോർട്ടിൽ ഒപ്പിട്ടു. അതായത് സർക്കാരിനും ഈ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റിൽ തൃപ്തിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സർക്കാരും അതിൽ ഒരു ക്ലീൻ ചിറ്റ് MR അജിത് കുമാറിന് നൽകുകയാണ്. അനധികൃതമായി അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന കാര്യം സർക്കാർ കൂടി അംഗീകരിക്കുന്നു. അജിത് കുമാറിനെതിരെ തൊട്ട് മുൻപത്തെ ദിവസമാണ് മറ്റൊരു വിഷയം വന്നത്. അത് DGP തന്നെ ഈ അജിത് കുമാറിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകാമെന്നൊരു ശുപാർശ നൽകി. ആ ശുപാർശയിലും സർക്കാർ ഇതുപോലെ അടയിരിക്കുകയായിരുന്നു. കുറേ അധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. അങ്ങനെ സംഭവമുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് അറിയുന്നത്. അജിത് കുമാറിന്റെ പേര് കൂടി DGP സ്ഥാനത്തേക്ക് ദർവേഷ് സാഹിബിന്റെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാകും അടുത്ത DGP എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. അജിത് കുമാറിന്റെ പേരും സജീവമായി പരിഗണനയിലുണ്ട്. അതിന് മുന്നോടിയായി അജിത് കുമാറിനെതിരെയുള്ള കേസുകൾ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കലാണോ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പൂരങ്ങൾക്ക് അടക്കമുള്ള വിഷയത്തിൽ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം CPIയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉയർന്നു വന്നിട്ടും സർക്കാർ ആ വിഷയങ്ങളിലെല്ലാം ഒരു മെല്ലപ്പോക്കായിരുന്നു സ്വീകരിച്ചിരുന്നത്. അജിത് കുമാറിനെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകുന്നില്ല. ചുമതലയിൽ നിന്നുള്ള മാറ്റം മാത്രമാണ് ഉണ്ടായത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിക്കുകയാണ്. എന്താണ് ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം എന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും. ശരി അമൽ.